അഖിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഹെയർ കെയറിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അതിന് മുൻപായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യമാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി നമ്മുടെ ഹെയർ കെയറിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മുടെ ഷാംപൂയിങ് ആൻഡ് കണ്ടീഷണർ. നമ്മൾ ഏത് തരത്തിലുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിച്ചാലും നമ്മുടെ ഹെയറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഏത് തരത്തിലുള്ള ഷാംപൂ ആണ് അല്ലെങ്കിൽ കണ്ടീഷണറാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി പലതരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സസ്റ്റെയിൻ, പ്രോട്ടീൻ, കെരാറ്റിൻ, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഞാൻ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ലൈഫിൽ പ്രോട്ടീൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, കെരാറ്റിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി ഞാൻ ചെയ്തതാണ് സസ്റ്റെയിൻ. സസ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള രീതി തന്നെ ഹെയർ കിടക്കും കേട്ടോ. ആക്ച്വലി ഇത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ പോലും നല്ലൊരു ലോങ് ലാസ്റ്റിങ് നിൽക്കുമെന്ന് വിശ്വസിച്ച് ചെയ്തതാണ്. അറിയത്തില്ല, ജസ്റ്റ് ഒരു 1 month 2 months ആകുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും, പക്ഷെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ഹെയർ എന്തായാലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഹെയർ ഫോൾ ഉണ്ടാകും, പഴയ രീതിയിലേക്ക് മുടി തിരിച്ചു വരും, അല്ലെങ്കിൽ അതിനേക്കാൾ വേഴ്സണായിട്ട് മുടി വരും. അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം, ഇപ്പം ഞാൻ റീസെൻ്റ്ലി സസ്റ്റെയിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന് ഏകദേശം 450 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അതായത് നാട്ടിൽ ഒരു 10,000 രൂപയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം പ്രോപ്പറായിട്ട് ഷാംപൂ അങ്ങനെ കണ്ടീഷണർ അല്ലെങ്കിൽ ഹെയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ പൈസ പോകുമെന്നല്ലാതെ വേറൊരു യൂസും ഇല്ല. അപ്പം അവിടുന്ന് തന്നെ സലൂണിൽ തന്നെ നമ്മളോട് അഡ്വൈസ് ചെയ്തായിരുന്നു, നിങ്ങൾക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ടൈപ്പിലുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന്. അതിൻ്റെ പ്രകാരം ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോറിയലിൻ്റെ എപ്പോഴും പറയുന്നുണ്ട് പാരഫിൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന്. ഇത് നല്ല മുമ്പ് ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴും ഞാൻ ഇത് യൂസ് ചെയ്തായിരുന്നു കേട്ടോ. കാരണം ആ മുടി നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ലോറിയലിൻ്റെ ഈ പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഷാംപൂ ആൻഡ് കണ്ടീഷണർ. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മളിത് യൂസ് ചെയ്യരുത്, വീക്ക്ലി 2 times ദാറ്റ്സ് ഇനഫ്. അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ എപ്പോഴും ഷാംപൂ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അവർ കുറേ കെമിക്കൽസ് മരുന്നൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ഇത് ഷാംപൂ യൂസ് ചെയ്ത് കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അത് വാഷ് ഔട്ടായി പോകും, അതിൻ്റെ മുടീൻ്റെ ക്വാളിറ്റി കുറയും. അതിനായിട്ട് സലൂണെന്ന് പറഞ്ഞ പ്രകാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ്. ആക്ച്വലി നമുക്ക് ഒരു വീക്കിലി യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടീഷണർ, ഇത് ഷാംപൂ ആട്ടോ. ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്പെഷ്യലായിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് പറഞ്ഞ് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതും നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് എമൗണ്ട് ഈ കയ്യിലെടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ സ്കാൽപ്പിൽ ജസ്റ്റ് ഷാംപൂ ചിലവർ വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കാറുണ്ട്. ഞാൻ എടുക്കുന്നത് ജസ്റ്റ് കയ്യിലേക്ക് കുറച്ച് എമൗണ്ട് ഷാംപൂ എടുത്തതിന് ശേഷം ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് വാഷ് ചെയ്തു, നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി മുമ്പോട്ടിട്ടതിന് ശേഷം ആ സ്കാൽപ്പിൽ ഉള്ള സംഭവം താഴോട്ട് കഴുകുന്നത്. താഴോട്ട് കഴുകുന്ന സമയത്ത് നമ്മളിങ്ങനെ സാധാരണ നോർമൽ കഴുകുമ്പോൾ ഇങ്ങനെ ഉരച്ചൊരച്ച് കഴുകും. അപ്പോൾ ശരിക്കും അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉരച്ചൊരച്ച് കഴിയുമ്പോൾ മുടി നല്ലതായിട്ട് റഫാകും. അതിന് പകരമായിട്ട് നമ്മളെപ്പോഴും ഷാംപൂ ഇടുമ്പം ഇങ്ങനെ കഴുകാവുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ കഴുകിയതിന് ശേഷം വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ടീഷണർ എടുക്കുക. സെയിം ലൈക്ക് കണ്ടീഷണർ തലയോട്ടിലധികം അപ്ലൈ ചെയ്യണ്ട, കാരണം നമ്മുടെ ഹെയർ ഫോളൊക്കെ കൂടാൻ ചാൻസ് ഉള്ളതിനാൽ നമ്മൾ കൂടുതലും കണ്ടീഷണർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ സ്കാൽപ്പിന് പകരമായിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 3 minutes മിനിമം കെട്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് ബോഡിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നല്ല രീതിയിലാകും. എന്നിട്ട് ചെറിയ നേർത്തായ ലൂക്കോം വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക. എപ്പോഴും പച്ചവെള്ളം ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ പനി ഒക്കെ വേഗം വരുന്ന ടെൻഡൻസി ഉള്ളവരാണ് ലൂക്കോം വാട്ടർ അഡ്വൈസ് ചെയ്യുന്നത്. ഈ രീതിയിൽ നിങ്ങളുടെ ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. എപ്പോഴും നമ്മൾ ഹെയർ ഷാമ്പു ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ കണ്ടീഷണർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഷാമ്പു ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ ഓട്ടോമാറ്റിക് റഫ് ആയിരിക്കും. ആ സമയത്ത് ഇതിന് പകരമായിട്ട് കണ്ടീഷനും കൂടെ
ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു സ്മൂത്തനിങ് എഫക്റ്റ് വരും. അതേപോലെ വേറൊരു കാര്യമുണ്ട്, ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവരെ ഈ നമ്മുടെ ക്ലീൻ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഉണക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഡ്രൈ ആക്കുന്നത് കൂടുതൽ ഒരു 3 to 5 months നമ്മൾ ഹെയർ ഡ്രയർ ഉള്ളവരുണ്ടെങ്കിൽ ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് മാക്സിമം ഉണക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ തോർത്ത് ഉപയോഗിച്ചതിന് ശേഷം, എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ടവല് ജസ്റ്റ് ഇങ്ങനെ ഒപ്പി എടുത്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ശരിക്കും ഉരയ്ക്കരുത്, ഉരച്ചിട്ടുണ്ടെങ്കിൽ റഫാകും. അതിന് പകരമായിട്ട് കെട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ ഒപ്പി താഴോട്ട് ഡ്രെയിൻ ഔട്ട് ചെയ്യുക. കുടയരുത്, മുടി ഭയങ്കര ടക്കടക്കെന്ന് കുടയരുത്, ഇങ്ങനെ തിരിക്കരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സിറം, ഹെയർ സിറം നമ്മൾ യൂസ് ചെയ്യുക. ഞാനിപ്പം പെട്രോവേൻ്റെ ഒരു ഹെയർ സിറമാണ് വാങ്ങിക്കുന്നത്. ഇതൊരു ഓഫറിൽ വന്നിട്ട് 24 dirhamsന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു സിറമാണ്. ആക്ച്വലി ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിൻ്റെ പാട് നമ്മുടെ ഹെയർ നല്ല സ്മൂത്തായിട്ട് കിടക്കും. അധികം സിറത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും റഫായിട്ട് തോന്നുന്നവർക്കാണെങ്കിൽ ഒരു 1 or 2 drops ഒഴിച്ചതിന് ശേഷം കയ്യിൽ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.